നേഴ്സായ ആൾ തുടങ്ങിയ അക്കാഡമി അതിന് വിശ്വാസ്യത കൂടുതലാണ്. ഞാൻ ആക്ച്വലി രജിസ്റ്റേർഡ് നേഴ്സാണ്. നമ്മൾ ന്യൂസിലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ന്യൂസിലൻഡിൽ എത്തുന്നത് ക്യാപ് പ്രോഗ്രാം ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഓസ്കി എന്ന് പറയുന്ന ക്യാപ് സ്റ്റോപ്പ് ചെയ്തിട്ട് നഴ്സിംഗ് കൗൺസിൽ ഓസ്കി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തു. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ന്യൂസിലൻഡ് കൾച്ചറോ ന്യൂസിലൻഡിലെ ഒരു പോളിസീസോ ഹോസ്പിറ്റലിലാണെങ്കിലും ഹെൽത്ത് ന്യൂസിലൻഡിനാണെങ്കിലും പോളിസീസോ ഒന്നും അവർക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഡയറക്റ്റ് നമ്മൾ വന്നിട്ട് ഓസ്കി എക്സാം അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്സാവുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ പൊതുവേ കേൾക്കുന്നുണ്ട് നേഴ്സിംഗിൻ്റെ ഒരു സ്കോപ്പ് കുറഞ്ഞു വരുന്നു, അതുകൊണ്ട് നേഴ്സിംഗ് കരിയർ അത്ര ശോഭനമല്ല എന്നൊക്കെ കേൾക്കാറുണ്ട്. കോവിഡിൻ്റെ ടൈമിലൊക്കെ റിക്രൂട്ട് ചെയ്ത പോലെ അത് വെച്ച് കഴിഞ്ഞാൽ ലാർജ് നമ്പേഴ്സ് ആ സമയത്ത് വേണം. ഇപ്പോഴും പോകുന്നവർക്കൊന്നും ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിലും നമ്മൾ ട്രൈ ചെയ്യുക, കീപ്പ് ഓൺ ട്രൈ ചെയ്യുക. നമ്മൾ ബെസ്റ്റ് ആണെങ്കിൽ 100% അവർക്ക് ജോലി കിട്ടും. 2 ചോയ്സ് ഉണ്ട് ഇവർക്ക്. ഒന്ന് ഡയറക്റ്റ് ഓസ്ട്രേലിയൻ പാത്വേ ഉണ്ട്, OBA പാത്വേ. അതർ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡ് പാത്വേ, അതായത് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ എടുത്തിട്ട് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുക. അതായത് നമുക്ക് ലാംഗ്വേജ് പ്രൊവിഷ്യൻസിക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ ഈ ലാംഗ്വേജ് പ്രൊവിഷ്യൻസി എല്ലാ മൊഡ്യൂളും ക്ലിയർ ആവണമെന്നില്ല. 1 ഇയറിനുള്ളിൽ ക്ലബ് ചെയ്തിട്ട് ഈ സ്കോർ അറ്റൈൻ ചെയ്താൽ മതി. നല്ല ജോലി കിട്ടാൻ സഹായിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ എവിടെയെങ്കിലും ഒക്കെ നമ്മളെക്കുറിച്ച് ഒരു നെഗറ്റീവ് വേർഡ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം കേട്ടിട്ടുണ്ടാവില്ലേ? സ്കിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതായത് വീക്കിലി ഒരു 20 കാൻഡിഡേറ്റ്സ് ആയിരുന്നു ആ സമയത്ത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. 20 ഒരു 19 പാസ്സാവുന്നൊരു സമയമായിരുന്നു. ആ സമയം ഇത് പതുക്കെ താഴാൻ തുടങ്ങി. ആ ഒരു സമയത്ത് ഭയങ്കരമായി ഫെയിലിയറായി. വരുന്ന പിള്ളേർ നമ്മളെ ഓട്ടോമാറ്റിക്കലി ബ്ലെയിം ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് മാത്രം എന്താ ഇല്ലാത്ത, മറ്റു സ്ഥലങ്ങളിൽ ഇടുന്നവരുണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, നമുക്കില്ല. നമുക്ക് എന്ന് ഈ റിസൾട്ട് ഉണ്ടാവുമോ അന്നേ നമ്മളിത് പബ്ലിഷ് ചെയ്യത്തുള്ളൂ. പല നേഴ്സുമാർക്കും ഉണ്ടല്ലോ, അവർക്ക് എല്ലാ വർക്കും നന്നായിട്ട് അറിയാമായിരിക്കും, പക്ഷേ ഈ പറഞ്ഞ പോലെ ധൈര്യമില്ലായ്മ, ഇംഗ്ലീഷ് എങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യും. ഈ ഓസ്കി തന്നെ നമ്മൾ അൺലിമിറ്റഡ് ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈം ന്യൂസിലൻഡിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അത്ര കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിലേ നമുക്ക് അതുപോലെ ഫോക്കസ് ചെയ്യണം, മനസ്സിലാവണമെങ്കിൽ. അല്ല നമുക്ക് മനസ്സിലാവത്തില്ല അവരുടെ ആക്സെൻറ്റ്. ബ്രിട്ടീഷ് ആക്സെൻറ്റ് പോലെ അത്ര സിമ്പിളല്ല. നമ്മൾ അവരോട് സംസാരിച്ച് ആ ആക്സെൻറ്റ് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അത് അൺലിമിറ്റഡ് ക്ലാസ് ആണെങ്കിൽ എവറി വീക്ക് അറ്റൻഡ് ചെയ്യാം. ഗ്രാജുവലി അത് നമുക്ക് റെഡിയായി വരത്തുള്ളൂ. ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലമാണ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. നമ്മൾ ഏത് നേഴ്സിനോട് ചോദിച്ചാലും അവരുടെ ഒരു വലിയ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സാലറി കിട്ടുന്ന നല്ലൊരു വിദേശ രാജ്യത്ത് പോയി സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള രാജ്യങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലുള്ളത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം നേഴ്സുമാരും പറയുന്ന 2 രാജ്യങ്ങളാണ്. ഒന്ന് ന്യൂസിലാൻഡ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ. ഈ 2ഇടത്തേക്കും പോകണമെന്നുള്ളതാണോ നിങ്ങളുടെ ആഗ്രഹം? അങ്ങനെയാണെങ്കിൽ ഈ എപ്പിസോഡ് നിങ്ങൾക്കുള്ളതാണ്. ആക്സോൺ കരിയേഴ്സ് എന്ന് പറയുന്ന നഴ്സിംഗ് മൈഗ്രേഷൻ കമ്പനി ആൻഡ് അക്കാഡമിയുടെ ഡയറക്ടർ ആശിഷാണ് നമ്മുടെ ഉള്ളത്. ചേട്ടാ, വെൽക്കം ടു ദ ഷോ. ഞാനിപ്പോൾ ഈ ആക്സോൺ കരിയേഴ്സിനെ കുറിച്ച് വളരെ പോസിറ്റീവായി കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മേഖലയുടെ പ്രശ്നം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ മേഖലയിൽ നിൽക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ. നഴ്സിംഗ് മേഖലയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നേഴ്സിന് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു നേഴ്സായ ആൾ തുടങ്ങിയ അക്കാഡമി അല്ലെങ്കിൽ ഒരു സെന്റർ എന്ന് പറയുമ്പോൾ അതിന് വിശ്വാസ്യത കൂടുതലാണ്. ആ ഒരു സാധനം ഈ ആക്സോൺ കരിയേഴ്സിനെ ആക്ച്വലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ആക്ച്വലി രജിസ്റ്റേർഡ് നേഴ്സാണ്. നമ്മൾ ന്യൂസിലൻഡിൽ എത്തുന്നത് ക്യാപ് പ്രോഗ്രാം ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഓസ്കി എന്ന് പറയുന്ന ക്യാപ് സ്റ്റോപ്പ് ചെയ്തിട്ട് നഴ്സിംഗ് കൗൺസിൽ ഓസ്കി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതായത് മറ്റൊന്നിനുമല്ല, നഴ്സസിനെ കുറച്ചുകൂടെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ഞങ്ങൾ 3 ഫ്രണ്ട്സ്, 3 പേരും രജിസ്റ്റേർഡ് നേഴ്സസാണ് ന്യൂസിലൻഡിൽ. ഒരാൾ അജീഷ്, ഒരാൾ ഡിജിത്ത്. ഞങ്ങളിങ്ങനെ ഒരു പ്ലാൻ ചെയ്തു. ഇപ്പം ഇങ്ങനെ ഓസ്കിക്ക് വരുന്ന, അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ന്യൂസിലൻഡ് കൾച്ചറോ ന്യൂസിലൻഡിലെ ഒരു പോളിസീസോ ഹോസ്പിറ്റലിലാണെങ്കിലും ഹെൽത്ത് ന്യൂസിലൻഡിനാണെങ്കിലും പോളിസീസോ ഒന്നും അവർക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഡയറക്റ്റ് നമ്മൾ വന്നിട്ട് ഒരു ഓസ്കി എക്സാം അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്സാവുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്തു, ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ട്രെയിനിങ് സ്റ്റാർട്ട്, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യുന്ന നേഴ്സസിനെ കൊണ്ട് ഒരു
ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണ് ഞങ്ങൾ ആക്സോൺ കരിയേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഓസ്കി ട്രെയിനിങ് ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു IQN തിയറട്ടിക്കൽ എക്സാം, അതായത് നമ്മുടെ NCLEX പോലെ തന്നെ ന്യൂസിലൻഡിലേക്കുള്ള ഒരു എക്സാമാണ് IQN തിയറട്ടിക്കൽ എക്സാം. അതിനായിട്ട് ഉള്ള ഓൺലൈൻ ട്രെയിനിങ്ങും ഞങ്ങൾ ആ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ആക്സോൺ കരിയേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ന്യൂസിലൻഡിൽ ബേസ് ഓഫീസുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ ഞാനൊരു നേഴ്സാണ്, ആലോചിക്കുകയാണ്, ഇവിടെ തന്നെ ഒരുപാട് സെന്റേഴ്സ് ഉണ്ടല്ലോ, ഇവിടെ എവിടെയെങ്കിലും പോയി പഠിച്ചിട്ട് അവിടെ വന്ന് ഓസ്കി എക്സാം എഴുതി അങ്ങ് പാസ്സായാൽ പോരെ, അല്ല അതോ ഇനി ആക്സോൺ കരിയേഴ്സിലേക്ക് തന്നെ വരണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ആക്സോൺ കരിയേഴ്സിനെ വ്യത്യസ്തമാക്കുന്നത്? ഇവിടെ തന്നെയുള്ള സെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരായിരിക്കുമല്ലോ അവരെ ട്രെയിൻ ചെയ്യുന്നത്. അത് കറക്റ്റ്. അവർ ന്യൂസിലൻഡിൽ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, ന്യൂസിലൻഡിൽ എന്ത് നടക്കുന്ന ഒരു കേട്ടറിവേ ഉണ്ടാവുള്ളൂ, കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെയുള്ള ഒരാളെ ഉള്ള ട്രെയിനിങ് മതി, ഇവിടുത്തെ ഒരു രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് അവിടെ വന്ന് പാസ്സാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓസ്കി എക്സാമിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഹയർ ചെയ്ത് അവിടെ കൊണ്ടുപോയി ജോബ് കൊടുത്താൽ മതി. പക്ഷേ ഓസ്കി എക്സാമിന് ഇവിടെ നിന്ന് പഠിച്ചിട്ടല്ലേ നമ്മൾ പോകുന്നത്? ഇന്ത്യയിൽ നിന്ന് പഠിച്ചിട്ട് പോവാണ്. ഇന്ത്യയിൽ ഒരു പോളിസിയും കാര്യങ്ങളും അറിയാവുന്ന ഒരാളായിരിക്കും ട്രെയിൻ ചെയ്യുന്നത്. ന്യൂസിലൻഡിൽ മൾട്ടി കൾച്ചറൽ കൺട്രിയാണ്, മൗറി കൾച്ചർ ഉണ്ട്, അതുപോലെ ന്യൂസിലൻഡേഴ്സ് ഉണ്ട്. ഇവരുടെയൊക്കെ കൾച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവർ ഓസ്കിക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ക്ലിനിക്കൽ സ്കിൽസും ആ നോളജൊന്നും അല്ല ഇവർ നോക്കുന്നത്. ഇവർ മെയിനായിട്ട് നോക്കുന്നത് ഇവർ സേഫ് പ്രാക്ടീസ്, അവരുടെ കൾച്ചറൽ സേഫ്റ്റി, അതുപോലെ പേഷ്യൻ്റ് സേഫ്റ്റി, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫാമിലിയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഫാമിലിയോട് ഇപ്പോൾ പേഷ്യൻറ്റിനോട് ഒരു കാര്യം പറഞ്ഞാൽ ഫാമിലിയുടെ അടുത്തത് പേഷ്യൻ്റ് ഓക്കെയാണ്, അവരോടൊരു കാര്യം പറഞ്ഞാൽ ഫാമിലിയോടും കൂടി പറയണം. ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നില്ല. പക്ഷേ അവിടെ അങ്ങനെയല്ല, നമ്മൾ ഫാമിലിക്കും പേഷ്യൻറ്റിനും ഒക്കെ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഓസ്കി എക്സാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയാതെ നമ്മൾ അവിടെ പോയിട്ട് ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫെയിൽ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ഓസ്കി ട്രെയിനിങ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാത്തത്. നമുക്കൊരു ട്രെയിനിങ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഒരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ട്രെയിനിങ് സെൻറ്ററിൽ പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് നഴ്സസ്, അത് ഇന്ത്യൻസ് ഉണ്ട്, അതുപോലെ കിവീസ് ഉണ്ട്, നഴ്സിംഗ് ലെക്ചറർ ആയിട്ടുള്ള ആൾക്കാർ, ഇവരൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് വരുന്ന ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കിട്ടും. എക്സാക്ട് ഒരു ഐഡിയോട് കൂടിയാണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ ഇവർ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. മനസ്സിലായി. പിന്നെ ഒരു കാര്യമുണ്ട്, നല്ല ലാംഗ്വേജും നല്ല കോൺഫിഡൻസും ഏത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുള്ള ഒരാളാണെങ്കിൽ അവർ ട്രെയിനിങ് എടുത്തില്ലെങ്കിലും പാസ്സാവും. അത് ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരാൾ പാസ്സാവണമെങ്കിൽ നല്ലൊരു ട്രെയിനിങ് എടുക്കണം. ഇപ്പൊ പൊതുവേ കേൾക്കുന്നുണ്ട് നഴ്സിംഗിന്റെ ഒരു സ്കോപ്പ് കുറഞ്ഞു വരുന്നു, ഇനി അങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല രീതിയിലുള്ള ഒരു ജോലിയൊന്നും കിട്ടാനുള്ള സാധ്യതകളില്ല, അതുകൊണ്ട് നഴ്സിംഗ് കരിയർ അത്ര ശോഭനമല്ല എന്നൊക്കെ കേൾക്കാറുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അതെങ്ങനെ സത്യമാവും? അതായത് ഒരിടത്തും ഹോസ്പിറ്റൽസിന്റെ നമ്പർ കുറയുന്നില്ല, കൂടുന്നേ ഉള്ളൂ. അതുപോലെ ഓരോ ദിവസവും പുതിയ പുതിയ അസുഖങ്ങൾ വരുന്നതേ ഉള്ളൂ. ഒരിക്കലും നഴ്സിംഗ് കരിയർ, ഹെൽത്ത് കെയറിൽ ഒരിക്കലും നഴ്സിംഗ് ഫീൽഡ് ഒരിക്കലും താഴേക്ക് പോകത്തില്ല. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവാം. അതായത് ഇപ്പോൾ കോവിഡിൻ്റെ ടൈമിലൊക്കെ റിക്രൂട്ട് ചെയ്ത പോലെ വെച്ച് കഴിഞ്ഞാൽ ലാർജ് നമ്പേഴ്സ് ആ സമയത്ത് വേണം. അതുപോലെ ഒരു റിക്രൂട്ട്മെൻറ്റ് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഒരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അത് മാറും ഉടനെ തന്നെ, അതുപോലെ റിക്രൂട്ട് ചെയ്യും. അതുപോലെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണെങ്കിലും ഒരു നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന ഒരാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ആയിരിക്കില്ല. അവിടെ വർക്ക് ചെയ്താൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും പോകുന്നവർക്കൊന്നും ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിലും നമ്മൾ ട്രൈ ചെയ്യുക, കീപ്പ് ഓൺ ട്രൈ ചെയ്യുക. നമ്മൾ ബെസ്റ്റ് ആണെങ്കിൽ 100% അവർക്ക് ജോലി കിട്ടും. നമ്മളൊരു ആവറേജ് ആണെങ്കിലും നമ്മൾ ആവറേജ് ആയാൽ പോരാ. ഇപ്പോൾ നമ്മൾ ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ബെസ്റ്റ് ആയിരിക്കണം. ആവറേജ് ആണെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂലൊക്കെ നമ്മൾ എടുക്കണമെന്നില്ല. ഒരു ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ്, നമ്മുടെ ഇന്ത്യൻസ് സംസാരിക്കുന്ന ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ റൂഡാണെന്ന് ഫീൽ ചെയ്യും. നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇന്റർവ്യൂ ഫെയിലായി നമുക്കറിയാം, ഇവരോട് നമ്മൾ സംസാരിക്കുന്നതാണല്ലോ, അവരുടെ ഒരു ടോണും സംസാരിക്കുന്ന രീതിയും കുറച്ച് റൂഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പകുതി ഇന്റർവ്യൂസും ഓൺലൈൻ ആയിരിക്കും. ഇവർ ഫേസ് ടു ഫേസ് കാണുന്നില്ല. ഇവർ റൂഡാണെന്ന് അവർക്ക് തോന്നിയാൽ അവർ ഹയർ ചെയ്യത്തില്ല. നമ്മൾ അത്ര പൊളൈറ്റ് ആയിരിക്കണം. ന്യൂസിലൻഡിലൊക്കെ അങ്ങനെയാണ്. നമ്മൾ ഒരു വാക്ക് പോലും എന്താ പറയുന്നത് റൂഡായിട്ട് സംസാരിക്കത്തില്ല, നല്ല പൊളൈറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അവരും നമ്മളോട് ഇങ്ങോട്ടും അങ്ങനെയാണ്, നമ്മൾ അങ്ങോട്ടും അങ്ങനെ ആയിരിക്കണം. അതവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാനൊരു നേഴ്സാണ്, എനിക്ക് ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലൻഡ് ആണ് എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത്. അവിടേക്ക് എത്തണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് ആക്സോൺ കരിയേഴ്സിനെ സമീപിക്കേണ്ടത്? കേരളത്തിൽ നമുക്ക് കടവന്ത്രയാണ് നമ്മുടെ ഓഫീസ് ഉള്ളത്. ആർക്കെങ്കിലും ന്യൂസിലൻഡ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ മൈഗ്രേഷന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അവരെന്തൊക്കെ രീതിയിലുള്ള ഹെൽപ്പാണ് നമുക്ക് ചെയ്തു തരിക? അവർ എൻഡ് ടു എൻഡ് സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത്
ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് പ്രൊഫഷൻസിയാണ്. ഇപ്പോൾ നമുക്കൊരു ന്യൂസിലാൻഡിൽ ഓസ്ട്രേലിയ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ലാംഗ്വേജ് പ്രൊഫഷൻസി പാസ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു ടൈം എടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ലാംഗ്വേജ് പ്രൊഫഷൻസി ട്രെയിനിങ്ങിന് പോവുക. നമ്മൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പായിട്ട് ഈ ലാംഗ്വേജ് പ്രൊഫഷൻസിയും ക്ലിയർ ചെയ്യുക, നമുക്ക് റിപ്പോർട്ട് കിട്ടും. അപ്പോൾ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു നേഴ്സ് അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ലാംഗ്വേജ് പ്രൊഫഷൻസി ക്ലിയർ ചെയ്യാനായിട്ട് എന്തൊക്കെ ഹെൽപ്പ് ആയിരിക്കും കിട്ടുക? ആവറേജ് ഇപ്പോൾ ഒരു നേഴ്സ് ആണെങ്കിൽ അവരെപ്പോഴും OET പ്രിഫർ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ, IELTS-നേക്കാൾ കൂടുതൽ. കാരണം അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ OET-ൽ ഒരു ഇപ്പോൾ ഏത് മൊഡ്യൂളാണെങ്കിലും ഉണ്ടാകത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഈസി ആയിട്ട് അത് ക്ലിയർ ചെയ്യാം. അത്യാവശ്യം നല്ല ട്രെയിനിങ്ങും ഇപ്പോഴത്തെ ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന നേഴ്സസൊക്കെ അത്യാവശ്യം ലാംഗ്വേജ് ഉള്ളവർ തന്നെയാണ്. നല്ല രീതിയിൽ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ ഇവർ പാസ്സാവും. അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ലാംഗ്വേജ് പ്രൊഫഷൻസി പാരലായിട്ട് പഠിക്കുക, മൈഗ്രേഷൻ പ്രോസസ്സിംഗ് എല്ലാം തുടങ്ങുക അല്ലേ? ഇത് ഏകദേശം എത്ര കാലം എടുക്കും ഈ പ്രോസസ്സിംഗ് എല്ലാം തീർത്ത് നമ്മുടെ ടെസ്റ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത്? നമ്മുടെ അടുത്ത് ഒരാൾ വരുവാണെങ്കിൽ നമുക്കൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ടീമുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവർ ഇവരുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യും. അതായത് ഇവർ എലിജിബിൾ ആണോ, ഓസ്ട്രേലിയ അല്ല ന്യൂസിലൻഡിലേക്ക് മൂവ് ചെയ്യാൻ എലിജിബിൾ ആണോ. ഈ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും? എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവരുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി, പിന്നെ ഇവർ 2 ചോയ്സ് ഉണ്ട് ഇവർക്ക്. ഒന്ന് ഡയറക്റ്റ് ഓസ്ട്രേലിയൻ പാത്വേ ഉണ്ട്, OBA പാത്വേ. അതർ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡ് പാത്വേ, അതായത് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ എടുത്തിട്ട് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുക, അങ്ങനെ ഒരു പാത്വേ ഉണ്ട്. ഇതിൽ ന്യൂസിലൻഡ് പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ഈസി ആയിട്ടുള്ള പാത്താണ്. അതായത് നമുക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസിക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ ഈ ലാംഗ്വേജ് പ്രൊഫഷൻസി എല്ലാ മൊഡ്യൂളും ക്ലിയർ ആവണമെന്നില്ല. നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും. 1 ഇയറിനുള്ളിൽ ക്ലബ് ചെയ്തിട്ട് ഈ സ്കോർ അറ്റൈൻ ചെയ്താൽ മതി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ സ്കോർ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ഈ ഒരു ടൈം പീരീഡിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ന്യൂസിലൻഡിലേക്ക് എത്തി OSCE എക്സാം അറ്റംപ്റ്റ് ചെയ്ത് ഈ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. ഇതിനകത്തൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂസിലൻഡ് പാത്വേ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ന്യൂസിലൻഡിൽ പോയി OSCE എക്സാം അറ്റംപ്റ്റ് ചെയ്യണം. അതുപോലെ ഒരു തിയററ്റിക്കൽ എക്സാം ഉണ്ട്, IQN തിയററ്റിക്കൽ എക്സാം. അത് ഓസ്ട്രേലിയക്ക് പോവുകയാണെങ്കിൽ, ഓസ്ട്രേലിയ ഡയറക്റ്റ് പാത്വേ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു തിയററ്റിക്കൽ എക്സാം ഉണ്ട്, NCLEX-നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ IQN എക്സാം കുറച്ച് ഈസിയാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സും ഈ ഒരു ന്യൂസിലൻഡ് പാത്വേ ആണ് ചൂസ് ചെയ്യുന്നത്. മനസ്സിലായി. അപ്പൊ ചേട്ടൻ ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത് ഈ ന്യൂസിലൻഡിലേക്ക് എത്തുക എന്ന് പറയുന്നതും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണോ? അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഓസ്ട്രേലിയയാണ് നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ എങ്കിൽ നമുക്ക് 2 ചോയ്സ് ഉണ്ട്. ഈ ഡയറക്റ്റ് ഓസ്ട്രേലിയക്ക് പോകാം, അല്ലെങ്കിൽ ന്യൂസിലൻഡ് വഴി ഓസ്ട്രേലിയക്ക് പോകാവുന്ന ഒരു രീതിയാണ്. ഈ ഡയറക്റ്റ് ഓസ്ട്രേലിയയിലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആണോ? അതായത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ച് ടഫ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ട്, ഒരു ലിമിറ്റഡ് ടൈം ഫ്രെയിമേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ അതുപോലെ ലാംഗ്വേജ് പ്രൊഫഷൻസി ആണെങ്കിലും ഈ ഒരു ഫ്ലെക്സിബിലിറ്റി അതിനില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. മനസ്സിലായി. എന്തുകൊണ്ടാണ് ന്യൂസിലൻഡിലേക്ക് വന്ന ഒരാൾ ഓസ്ട്രേലിയയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? സാലറി കൂടുതലായതുകൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും? എന്താണ് അതിലൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനുള്ള ഒരു നേഴ്സിന് സെയിം ടൈമിൽ ജോബ് ആപ്ലിക്കേഷൻ ഇടാം, അതുപോലെ അവർക്ക് PR-നുള്ള ആപ്ലിക്കേഷൻ ഇടാം. വിത്ത് PR ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ന്യൂസിലൻഡിലേക്ക് വിത്ത് PR ഒരിക്കലും മൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് ഒരു എംപ്ലോയ്മെന്റ് ആപ്ലിക്കേഷൻ ഇടുന്നു, ഒരു എംപ്ലോയർ നമ്മളെ ഹയർ ചെയ്യുന്നു. അവിടെ നമ്മളൊരു 2 പേ സ്ലിപ്പ് എവറി ഫോർട്ട്നൈറ്റ്ലിയാണ്, 2 വീക്സിലാണ് നമുക്ക് പേയ്മെന്റ് വരുന്നത്. 2 പേ സ്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് PR-ന് ആപ്ലിക്കേഷൻ ഇടാം. ഡയറക്റ്റ് PR ആണ്. പക്ഷേ PR-ന് ആപ്ലിക്കേഷൻ ഇട്ടാൽ നമുക്ക് വിതിൻ 2 മന്ത്സ് നമുക്ക് PR കിട്ടും. റെസിഡൻസിയാണ് ഫസ്റ്റ് കിട്ടുന്നത്. ഇനി സാലറിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ടോ? സാലറി വരുമ്പോൾ ഓൾമോസ്റ്റ് അവർലി റേറ്റ് നോക്കുവാണെങ്കിൽ സെയിം ആയിരിക്കും 2 രാജ്യങ്ങളിലും. പക്ഷേ അലവൻസുകളും അതുപോലെ ബോണസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഓസ്ട്രേലിയ കുറച്ചുകൂടെ ബെറ്റർ ആണ്. പിന്നെ ക്ലൈമറ്റ് വൈസ് നോക്കുമ്പോഴാണെങ്കിലും ന്യൂസിലൻഡിൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പും നല്ല ചൂടും വരുന്ന സമയമുണ്ട്. ഇപ്പോൾ നല്ല തണുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റിയില്ലാത്ത ആൾക്കാർ, ഇപ്പം നമ്മുടെ കേരളം പോലൊരു ക്ലൈമറ്റ് ഉള്ളിടത്ത് ജീവിക്കണം എന്നുള്ളവർ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യും. ഓസ്ട്രേലിയ വലിയൊരു കൺട്രിയാണ്, അവിടെ പല സ്ഥലങ്ങളിലും പല ക്ലൈമറ്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം ചൂസ് ചെയ്ത് പോകുന്നവരുണ്ട്. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ കൺട്രി ജീവിക്കണം എന്നുണ്ടെങ്കിൽ, ന്യൂസിലൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്, അവിടെ ജീവിക്കണം എന്നുള്ള ഒരാളാണെങ്കിൽ അവിടുത്തെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനും അവിടുത്തെ അങ്ങനെ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും ഓസ്ട്രേലിയ ചൂസ് ചെയ്യത്തില്ല, ന്യൂസിലൻഡിൽ തന്നെ. മനസ്സിലായി. ഒരു ഇന്ത്യൻ കറൻസി അനുസരിച്ചിട്ട് എത്ര രൂപയായിരിക്കും ഒരു ഓസ്ട്രേലിയൻ നേഴ്സിനോ അല്ലെങ്കിൽ ന്യൂസിലൻഡ് നേഴ്സിനോ കിട്ടുന്നത്? പെർ ആനുവൽ നമുക്ക് പറയുവാണെങ്കിൽ ഒരു 50 to 60 lakh
ഒരു രജിസ്റ്റേർഡ് നഴ്സിന് അവിടെ സാലറി ആയിട്ട് കിട്ടും. കിട്ടും. അതില് ജീവിത ചെലവും അതുപോലെ കൂടുതലായിരിക്കും. ജീവിത ചെലവുണ്ട്. ന്യൂസിലൻഡിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസ് ഉണ്ട്. ഓസ്ട്രേലിയയിലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നല്ല എക്സ്പെൻസ് ആണ്. എല്ലായിടത്തും നല്ല എക്സ്പെൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര നല്ലതായിരിക്കും. നമുക്കൊരു സേവിങ് എന്ന് പറയുന്ന ഒരു എയിമോട് കൂടിയല്ല ഇങ്ങനെയുള്ള കൺട്രിയിലേക്ക് ആൾക്കാർ മൂവ് ചെയ്യുന്നത്. അവരൊരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ഒരു സംഭവം നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പൊ ശരിക്കും സേവിങ്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ലേ? നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിരിക്കും. നമ്മൾ ഇപ്പം നമ്മൾ ന്യൂസിലൻഡിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മളങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളാണ് സ്പെൻഡ് ചെയ്യുന്നത്. അല്ല, നമ്മൾ സ്പെൻഡ് ചെയ്യാതെ നമ്മൾ സേവ് ചെയ്ത് ജീവിക്കുന്നവർക്ക് സേവ് ചെയ്യാനും പറ്റും. മനസ്സിലായി. ഓസ്ട്രേലിയയിലേക്കും ഇതേ രീതിയിലാണോ? ഓസ്ട്രേലിയയിലാണെങ്കിലും ഇതുപോലെ തന്നെ അവർക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അതുപോലെ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ലൈഫ് അവിടെ നമുക്ക് കിട്ടും. അതാണ് ഒരു ഗ്യാരണ്ടി. നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ പോകുന്നത് ടാക്സ് ഫ്രീ സാലറി ആണെങ്കിൽ നമുക്ക് അത്രയും സേവ് ചെയ്ത് നമ്മൾ അന്ന് ഗൾഫിൽ പോകുന്നവർ ഒരിക്കലും അവിടെ ലൈഫ് ലോങ് നിൽക്കാൻ പോകുന്നവരല്ല. അവർ കുറച്ച് നാൾ അവിടെ നിന്ന് ഒരു എന്താ പറയുന്നത് ഒരു സെറ്റിൽ ആയി കഴിയുമ്പോൾ തിരിച്ചു പോകുക. പക്ഷേ ഓസ്ട്രേലിയ ന്യൂസിലൻഡിലേക്ക് മൂവ് ചെയ്യുന്നവരാരും ഒരു 2-3 ഇയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരണം എന്ന് ആഗ്രഹിക്കുന്നവർ വളരെ കുറവായിരിക്കും. അത് ഈ ഏരിയയിലേക്ക് ഞാൻ വരികയാണ്. അതായത് നമുക്ക് ഒരു നഴ്സിന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരേ സമയം അവരുടെ കുടുംബത്തെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ, അതോ അവിടെ ചെന്ന് സെറ്റിൽ ആയതിനു ശേഷം മാത്രമാണോ കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റുക? ഇല്ല, വിത്ത് ഫാമിലിയാണ് മൂവ് ചെയ്യുക. നമുക്ക് അങ്ങനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, അവിടെ ഒന്ന് ചെന്ന് ഒന്ന് സെറ്റിലായി കഴിഞ്ഞിട്ട് വിത്ത് ഫാമിലിയെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുകയും ചെയ്യാം. വിത്ത് ഫാമിലി മൂവ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇല്ല അല്ലേ? ഇനി ആക്സോൺ കരിയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ അങ്ങോട്ട് എത്താനുള്ള പരീക്ഷ എന്ന് പറയുന്ന ഒരു കടമയുണ്ടല്ലോ. നമ്മൾ ന്യൂസിലൻഡിൽ വന്നു കഴിഞ്ഞിട്ട് ഈ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച ആക്സോൺ കരിയേഴ്സിനോടൊപ്പം ഇരുന്ന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടെന്ന് കേട്ടു. അതെന്താണ് സംഭവം? അതൊരു ഓസ്കി എക്സാമിന്റെ ട്രെയിനിങ് ആണ് നമ്മൾ ഈ ന്യൂസിലൻഡിൽ വന്നിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ ഇപ്പം സപ്പോസ് ഇന്ത്യയിൽ നിന്ന് ഒരാൾ വരുന്നു ഒരു എക്സാമിനായിട്ട്, ആക്സോൺ കരിയേഴ്സ് ട്രെയിനിങ് എൻറോൾ ചെയ്താണ് വരുന്നത്. അവർക്ക് നമ്മൾ എല്ലാ സപ്പോർട്ടും അവരെ എയർപോർട്ട് പിക്കപ്പ് തൊട്ട് അവരുടെ എക്സാം കഴിഞ്ഞ് അവരെ തിരിച്ച് എയർപോർട്ടിൽ, അതായത് ഇങ്ങോട്ട് തിരിച്ചു വരുന്നവരുണ്ട്, ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരും അതുപോലെ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ലീവ് എടുത്തിട്ട് വരുന്നവരുണ്ട്. അല്ല, കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് ജോബ് സെർച്ച് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ തിരിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ അവരെ എയർപോർട്ട് നമ്മൾ പിക്ക് ചെയ്യുന്ന അവരുടെ അവിടെ തൊട്ടുള്ള സ്റ്റേ, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യും. അതുപോലെ ട്രെയിനിങ്, ഇതെല്ലാം കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് ഇവരെ നമ്മൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ഓഫ് വരെ ചെയ്യും. അവിടെ ഒരു ടെൻഷൻ ഒരാൾക്ക് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആക്സോണിൽ എൻറോൾ ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനെ ചെയ്യുന്ന മറ്റേതെങ്കിലും ഏജൻസികൾ ഉണ്ടോ? ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന മറ്റ് ഏജൻസികൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ആക്സോൺ എന്താണെങ്കിലും ആക്സോണിൽ വന്നിട്ട് ഒരാൾ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ട് ഒരിക്കലും പോവില്ല. നിങ്ങളുടെ സർവീസ് മോശമാണ്, നിങ്ങളുടെ ട്രെയിനിങ് മോശമാണ്, ഒരിക്കലും അങ്ങനെ ഇന്ന് വരെ നമ്മൾ ഈ ഓസ്കി സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ നമുക്ക് ഓസ്കി ട്രെയിനിങ് ഉണ്ട്. ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അല്ലേ? കഴിഞ്ഞ 2 വർഷമായിട്ട് ആക്സോൺ വളരെ സക്സസ്ഫുൾ ആയിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഇതുവരെ എത്ര നഴ്സുമാർ ഓസ്ട്രേലിയയിലേക്ക് എത്തിയിട്ടുണ്ട്, ന്യൂസിലൻഡിലേക്ക് എത്തിയിട്ടുണ്ട്? 2500 എബോവ് സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് പാസ് ഔട്ട് ആയിട്ടുണ്ട്. ഇതിൽ എത്ര പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു കറക്റ്റ് നമ്പർ പറയാനുണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ലാസ്റ്റ് 1 to 2 ഇയേഴ്സ് ആയിട്ട് ജോബ് മാർക്കറ്റ് കുറച്ച് ഡള്ളാണ്, ലോകം മുഴുവൻ. പക്ഷേ ഇത് നമ്മുടെ ഒരു എഫേർട്ട് ഉണ്ട് ഇതിൽ. ലാസ്റ്റ് വീക്കിൽ കൂടെ ന്യൂസിലൻഡിൽ ജോബ് കിട്ടിയവരെ നമുക്കറിയാം. പക്ഷേ ഇപ്പം നമ്മളവിടെ വന്ന് എക്സാം അറ്റൻഡ് ചെയ്ത് തിരിച്ച് നാട്ടിൽ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇവരിവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇവരിടുന്ന ആപ്ലിക്കേഷൻ്റെ നമ്പറിനും ഒരു ലിമിറ്റ് ഉണ്ടാവും. ഇവർ ഫ്രീ ഉള്ള ടൈമിലായിരിക്കും ഈ ജോബ് ആപ്ലിക്കേഷൻ ഇടുന്നത്. വേക്കൻസീസ് അവർ പോസ്റ്റ് ചെയ്തെങ്കിലും നമ്മൾ 1-2 ആപ്ലിക്കേഷൻ ഇട്ടാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കിട്ടില്ല. നേരത്തെയൊക്കെ ആണെങ്കിൽ അവർ ഒരുപാട് പേരെ ഹയർ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ടാൽ എവിടെ 10 സ്ഥലത്തിട്ടാൽ 10 സ്ഥലത്ത് നിന്ന് അവർ വിളിക്കും. ഇപ്പം അങ്ങനെയല്ല, ഫിൽട്ടർ ചെയ്യും. അതുപോലെ അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ആപ്ലിക്കേഷൻ ഇടുക. അവർ നമ്മുടെ CV നോക്കും. അപ്പോൾ അത് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പം ഒരു 3 month ഇവർക്ക് അവിടെ സ്റ്റേ ചെയ്യാം. സ്റ്റേ ബാക്ക് ചെയ്യുന്നവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ഇവർ ചോദിക്കും നിങ്ങൾ എവിടെയാണ്, ന്യൂസിലൻഡിലുണ്ടോ അതോ ട്രാവൽ ചെയ്തോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇമ്മീഡിയറ്റ് ജോബായിരിക്കും. അപ്പോൾ അവിടെ ഉള്ളവർക്ക് എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് ആണ്. ഇപ്പോൾ ഒരു ലാസ്റ്റ് 6-7 months ആയിട്ട് നമ്മൾ കാണുന്നൊരു കാര്യം, അവിടെ നിൽക്കുന്നവർക്കെല്ലാം ജോബ് കിട്ടുന്നുണ്ട്. ന്യൂസിലൻഡിൽ നിൽക്കുന്നവർക്ക് ഇപ്പം വീഡിയോ കാണുന്നവർ പലരും പറയും ജോബ് ഇല്ല. പക്ഷേ അവിടെ സ്റ്റേ ചെയ്ത് ആപ്ലിക്കേഷൻ ഇടുന്നവർക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ജോബ് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു 2 year ഒരു 1.5 to 2 years മുമ്പ് ഉണ്ടായിരുന്നവർക്ക് സ്റ്റേ ചെയ്താലും കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അത് ചേഞ്ച് വന്നിട്ടുണ്ട്, മാറി വരുന്നു.
അപ്പോൾ ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടി വരുന്നുണ്ട് അല്ലെ? ഇതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. പലരും ഇങ്ങനെ കംപ്ലൈന്റുകളായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, പരീക്ഷയൊക്കെ എഴുതി എല്ലാം പാസ്സായെങ്കിലും അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല എന്ന്. അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത്, ഈ കിട്ടിയ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അത് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല. ഒരു 3 to 4 years മുമ്പ് ന്യൂസിലൻഡിൽ എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഇപ്പോൾ ആ കോവിഡിന് മുമ്പ് എന്ന് പറഞ്ഞാൽ, കോവിഡ് വന്നപ്പോഴാണ് കുറച്ച് ഇതുപോലെ റിക്രൂട്ട് ചെയ്തതും ഇതുപോലെ നേഴ്സസ് അവിടെ ന്യൂസിലൻഡിൽ എത്തിയതും. അല്ലെങ്കിൽ വിരലാൽ എണ്ണാവുന്ന നേഴ്സുമാരെ ന്യൂസിലൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. അവർ അതുപോലെ ഫിൽട്ടർ ചെയ്താണ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് മാറി, അത് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് മാറി കഴിഞ്ഞപ്പോൾ ഇവരാണ് ഹയറിങ് നിർത്തിവെച്ചത്. ആ ഇപ്പോൾ ഒരു ഇലക്ഷൻ വരുന്നുണ്ട്, നവംബറിൽ ഇലക്ഷൻ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വരും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഇപ്പോൾ തന്നെ ഇവർ ഹയർ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് അല്ല ഹയർ ചെയ്യുന്നത്, റെസ്റ്റ് ഹോംസ് ഉണ്ട്, റിട്ടയർമെന്റ് വില്ലേജ് ഉണ്ട്, ഇവരൊക്കെയാണ് ആദ്യം ഹയർ ചെയ്യുന്നത്. ഇവർക്കൊക്കെ വേക്കൻസീസ് ഉണ്ട്, ഇവർക്ക് സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്. പക്ഷേ ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് പുതിയ വിസകൾ അപ്രൂവ് ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവർ ഹയർ ചെയ്യാത്തത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ജോബ് ടോക്കൺ വരുന്നുണ്ട്, ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നുണ്ട്. ലാസ്റ്റ് വീക്ക് നമുക്കറിയാവുന്ന ഒരു 2-3 സ്റ്റുഡൻസ് നമ്മളെടുത്ത് പഠിച്ച് ന്യൂസിലൻഡിൽ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നവർ ജോലി കിട്ടിയവരുണ്ട്. അപ്പൊ ഈ ആക്സോൺ കരിയേഴ്സിലൂടെ എൻറോൾ ചെയ്ത് അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ അവിടെ ജോലി കിട്ടുന്നത് വരെയുള്ള കോണ്ടാക്ട്, കീപ്പ് ഇൻ ടച്ച് ആക്സോൺ ചെയ്യുന്നുണ്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്ത് ജോബ് കിട്ടിയ പലരും ഉണ്ട്. നമ്മളതൊരു അഡ്വർടൈസ് ചെയ്യത്തില്ല. അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആക്സോൺ സപ്പോർട്ട് ചെയ്ത് ഇന്ന ഒരാൾക്ക് ജോലി കിട്ടി എന്ന് നമ്മളൊരു പോസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതൊരു എന്താ പറയുന്നത് ഹ്യൂജ് റിക്രൂട്ട്മെന്റ് ആണെന്നുള്ള രീതിയിൽ ഒരു രീതിയിലേക്ക് വരും. അങ്ങനെയല്ല ഇത്. നമ്മൾ ന്യൂസിലൻഡിൽ ഉണ്ടാവുക ഒരു 3 month നമ്മൾ നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ എങ്ങനെയാണ് അതനുസരിച്ചാണ് നമ്മൾ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അവിടെ നിന്നുകൊണ്ട് കെയർ ഹോമുകളിലും ഒക്കെ ആപ്ലിക്കേഷൻ ഇടുക. പിന്നെ നമുക്കറിയാവുന്ന കെയർ ഹോംസും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെകളിലൊക്കെ വേക്കൻസി വരുമ്പോൾ നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യും. അതായത് വേറെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ബാക്കി ഇവരുടെ പെർഫോമൻസ് ആണ്, അവർ ഫിൽട്ടർ ചെയ്യും. നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുക, അവർ ഹയർ ചെയ്യും. അപ്പൊ പണ്ടത്തെ പോലെ ഇങ്ങനെ മാസീവായിട്ട് ഇവിടെ നിന്ന് എല്ലാവരും നഴ്സിംഗ് പഠിച്ചോ, എല്ലാവർക്കും നമുക്ക് പുറത്തേക്ക് പോകാന്ന് പറയുന്ന കളികളൊന്നും ഇനി നടക്കില്ല. അങ്ങനെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാരും, ഇപ്പോൾ ഒരു എക്സാമിന് വരുന്നവർ നമ്മൾ കാണുന്നത് ആരും റിസൈൻ ചെയ്തിട്ട് വരുന്നില്ല. അവരവരുടെ ജോബ് കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ ആ ജോബ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇവർ ആപ്ലിക്കേഷൻസ് ഇടുന്നു. അങ്ങനെ ആപ്ലിക്കേഷൻ ഇട്ട് ഇവിടെ നാട്ടിൽ നിന്ന് വന്നവരെ എനിക്കറിയാം. ഇവിടെ ആപ്ലിക്കേഷൻസ് ഇട്ട് അതുപോലെ ഓസ്ട്രേലിയയിലേക്ക് ഒരുപാട് പേര് പോയിട്ടുണ്ട്. അങ്ങനെ ന്യൂസിലൻഡിലേക്കാണ് നാട്ടിൽ നിന്ന് ജോബായിട്ട് വരുന്നവരുടെ നമ്പർ കുറവ്. പക്ഷേ ന്യൂസിലൻഡിൽ വന്നവരെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ ക്രൈസ്റ്റർസിലൊക്കെ വന്ന് ജോലിക്ക് കയറിയിട്ടുണ്ട്. ഹോസ്പിറ്റലിലല്ല, ഇതൊക്കെ കയറിയിരിക്കുന്നതെല്ലാം കെയർ ഹോമുകളിലാണ്. മനസ്സിലായി. ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരെ പോലെ തന്നെ അവര് ഇപ്പോൾ ബ്രാഞ്ചസ് ഉണ്ട് കേരളത്തിൽ, അവിടെ വന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. അതല്ലാതെ മറ്റു പല വിദേശ രാജ്യങ്ങളിലും ഓൾറെഡി വർക്ക് ചെയ്യുന്ന നഴ്സുമാരുണ്ടല്ലോ, അവർക്കും ആക്സോണിലേക്ക് ആക്സസ് ഉണ്ട് അല്ലേ? ഉണ്ട്. ഒരുപാട് പേരുന്നുണ്ട്. അതായത് ഇപ്പോൾ UK അയർലൻഡ്, ഇങ്ങനെയുള്ള, അതുപോലെ സൗത്ത് ആഫ്രിക്ക, അതുപോലെ നമുക്ക് മറ്റ് നാഷണാലിറ്റീസ് വരുന്നുണ്ട്. ആഫ്രിക്കൻസ് ഒരുപാട് പേര് വരുന്നുണ്ട്. ഫ്രഞ്ച് നേഴ്സസ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ ഇതുപോലെ ന്യൂസിലൻഡിന്റെ ആ ഒരു ബ്യൂട്ടിയാണ് ഇവരെയൊക്കെ ഇങ്ങോട്ട് എത്തിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല സാലറി വർക്ക് ചെയ്യുന്നവർ തന്നെ ആയിരിക്കും. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അവർ വന്ന് ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്യുന്നു, പാസ്സായി. ഒരുപാട് പേർക്ക്, അങ്ങനെയുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ജോബ് കിട്ടും. കാരണം ഈ ഒരു ഇന്ത്യൻസിന് ഇവർ ഫിൽട്ടർ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ സംസാരത്തിന്റെ രീതിയും. നമ്മൾ പൊതുവെ ഒരു റൂഡാണെന്ന് ഇവർക്കൊരു ചിന്താഗതിയുണ്ട്. അത് റൂഡൊന്നും അല്ല ആരും, ഇവരുടെ ഉള്ളിലാരും റൂഡല്ല, സംസാരത്തിൽ ഇവർക്ക് റൂഡാന്ന് തോന്നും. നമ്മുടെ പിള്ളേരാരും റൂഡല്ലെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം കൊണ്ടൊക്കെയാണ് ഇന്ത്യൻസിനെ അവർ കുറച്ച് ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. പക്ഷെ ഇപ്പോ വരുന്നവര് ഇപ്പൊ നമ്മുടെ പിള്ളേർക്ക് മനസ്സിലായി തുടങ്ങി നമ്മൾ എങ്ങനെയാവണം, മാനേജ് ചെയ്യേണ്ടത്. അതെ അതെ, നേരത്തെ വെച്ചാൽ അത്രയ്ക്ക് ഐഡിയ ഇല്ല. അതുപോലെ നേഴ്സസ് ന്യൂസിലൻഡിൽ ഇല്ല. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ ചെന്നാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുപോലെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ചില നേഴ്സസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരു മൊഡ്യൂൾ പഠിപ്പിക്കുമ്പോൾ ഇവർ പറയുന്നതാണ്, ഞങ്ങൾ ഇങ്ങനെ അല്ലല്ലോ അവിടെ ചെയ്യുന്നത്. പക്ഷെ ഇവരിങ്ങനെ വേറെ രീതിയിൽ ഇവർ തിങ്ക് ചെയ്യുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ അല്ലല്ലോ അവിടെ ചെയ്യുന്നത്, പിന്നെ എന്താണ് ഇങ്ങനെ? അത് പോരാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു എക്സാമും ഒരു ട്രെയിനിങ്ങും വേണ്ടി വരുന്നത്. അങ്ങനെ ചിന്തിക്കാതെ വരുന്നവർക്കാണ് ഈ പ്രശ്നം. നമ്മൾ മാറാൻ തയ്യാറാവണം. ഓരോ കൺട്രിയിലും അതിൻ്റെതായ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. അവരുടെ കൾച്ചർ അനുസരിച്ച് നമ്മൾ
ആ രീതിയിലേക്ക് നമ്മൾ മാറണം. കറക്റ്റ് മനസ്സിലായി. ഇപ്പൊ നമ്മൾ ഈ ജീവിത ചെലവിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ ന്യൂസിലൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസുകൾ കൂടുതലാണെന്ന്. പക്ഷെ ആ സെയിം ടൈമിൽ അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് നമ്മുടെ ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റൂ? അത് വെച്ച് ബാലൻസ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം വന്നാൽ ഹോസ്പിറ്റലിൽ അപ്പം തന്നെ നമുക്ക് പോയി ഡോക്ടറെ കാണാം, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ല. അവിടെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, നമ്മളതിന് വെയിറ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. കറക്റ്റ് ആ പോളിസി അനുസരിച്ചേ പോകത്തുള്ളൂ. നമുക്ക് ഒരു ഷോർട്ട് കട്ട് ഒന്നുമില്ല ഒരു കാര്യത്തിലും. നമ്മളെല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. നമ്മൾ എമർജൻസി ഇപ്പം ഒരു അത്യാവശ്യം ഒരു കാര്യമാണെങ്കിൽ 100% നമുക്ക് അവിടെ ഒരു ട്രീറ്റ്മെന്റ് കിട്ടും. അല്ല, നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു കാര്യമുണ്ട്. സ്കൂളിംഗ് ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ ഓവറായിട്ടുള്ള ഒരു ടീച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സ്കൂളിൽ പോകാൻ പിള്ളേർ ഹാപ്പി ആയിരിക്കും. അവരോട് ഒരു ദിവസം പോകണ്ടെന്ന് പറഞ്ഞാൽ അവർ പോവാതിരിക്കത്തില്ല. സ്വന്തം ജീവിത അനുഭവങ്ങളാണല്ലോ പറയുന്നത്. പിള്ളേർ സ്കൂളിൽ പോകും. ആക്സോൺ കരിയേഴ്സിലൂടെ കടന്നുപോയിട്ടുള്ള സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ നഴ്സുമാരുടെ അവരുടെ ഒരു ടെസ്റ്റിമണി എന്താണ്? ന്യൂസിലൻഡ് ആണോ ഓസ്ട്രേലിയ ആണോ അവർക്ക് വളരെ കംഫർട്ടബിലിറ്റി നൽകുന്നത്? ഇപ്പം ന്യൂസിലൻഡിൽ വന്ന ഒരാൾ ഒരു 3 month വെയിറ്റ് ചെയ്തിട്ട് ജോബ് സെർച്ച് ചെയ്തിട്ട് പോകാം എന്ന് പ്ലാൻ ചെയ്ത് വരുന്ന ഒരാൾക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പോകാൻ താല്പര്യം ഉണ്ടാവത്തില്ല. ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ചിലർ, അതായത് നാട്ടിലേക്ക് പോരുന്നവർക്കേ ന്യൂസിലൻഡ് എന്താണെന്ന് അറിയാതിരിക്കത്തുള്ളൂ. ഒരു 1 week വന്ന് 2 weeks വന്നിട്ട് പോകുന്നവർക്ക് ന്യൂസിലൻഡ് എന്താണെന്ന് അറിയില്ല. അവിടെ ഒരു 3 month നിന്നാൽ അവർക്ക് ന്യൂസിലൻഡ് മതി. ന്യൂസിലൻഡ് നിൽക്കാനാണ് കൂടുതൽ താല്പര്യം. ഞാൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ജോബ് എവിടെ കിട്ടുന്നോ അങ്ങോട്ട് മൂവ് ചെയ്യും. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് കിട്ടുന്ന ഒരു മൂവ് ചെയ്യും. കാരണം ഒരു വിസയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് കിട്ടുക എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇങ്ങോട്ട് തൊട്ടടുത്തുള്ള കൺട്രികളാണ് വിസിറ്റ് ചെയ്യണമെങ്കിൽ വരാം. ഒരുപാട് ടൈം ഒന്നുമില്ല. ന്യൂസിലൻഡിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ഒരുപാട് പേര് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. തിരിച്ച് സംഭവിക്കുന്നുണ്ടോ? ഓസ്ട്രേലിയയിൽ നിന്ന് ന്യൂസിലൻഡിലേക്ക് വരുന്നവരുണ്ടോ? അങ്ങനെ ഒരുപാട് പേര് തിരിച്ചു വരുന്നില്ല, പക്ഷെ തിരിച്ചു വരുന്നവരുമുണ്ട്. അതായത് ഇപ്പോൾ ന്യൂസിലൻഡിൽ കുറച്ചു കാലം നിന്നു, എന്നിട്ട് ഓസ്ട്രേലിയയിലേക്ക് അവർ മൂവ് ചെയ്യുന്നു. ഓസ്ട്രേലിയയിൽ ചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് പല കാര്യങ്ങളും ഇഷ്ടപ്പെടത്തില്ല. അവിടെ ഒന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് ആണ് ഈ ആൾക്കാർ തമ്മിലുള്ള. ഈ ന്യൂസിലൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല ആൾക്കാരാണ്. ഓസ്ട്രേലിയൻസ് കുറച്ച് റൂഡാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു സംസാരത്തിന്റെ രീതിയും കാര്യങ്ങളൊന്നും നമുക്ക് അത്ര ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്ന് വരത്തില്ല. അങ്ങനെ ഒരുപാട് പേര് തിരിച്ചു വന്നവരെ എനിക്കറിയാം. ഞാൻ ക്രൈസ്റ്റ്ചർച്ചിലാണ് ന്യൂസിലൻഡിൽ. അങ്ങോട്ട് ഒരുപാട് പേര് വന്നവരെ എനിക്കറിയാം. ഒരു മലയാളി നൊസ്റ്റാൾജി കൊണ്ട് ചോദിക്കുകയാണെ, അതായത് ഈ മലയാളി ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇന്ത്യൻസിന്റെ ഗ്രൂപ്പുകൾ ഒക്കെ ഈ 2 രാജ്യങ്ങളിലും വളരെ സജീവമായിട്ടുണ്ടോ? അതെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ നമ്മുടെ നാട് പോലെ തന്നെ ഒരു ഫീൽ അറ്റ് ഹോം അവിടെ കിട്ടുന്നുണ്ടോ? അത് നമുക്ക് കിട്ടും. നമുക്ക് എല്ലായിടത്തും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ മലയാളികളെല്ലാം എല്ലായിടത്തും ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പം ഞങ്ങൾ ക്രൈസ്റ്റ്ചർച്ചിലാണ്. അവിടെ കമ്മ്യൂണിറ്റി 2-3 കമ്മ്യൂണിറ്റീസ് ഉണ്ട്. പ്രോഗ്രാംസ് ഉണ്ട്. ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ, അങ്ങനെ എല്ലാ സമയത്തും പ്രോഗ്രാംസ് ഉണ്ട്. എല്ലാവരും തമ്മിലൊരു കണക്ഷൻ ഉണ്ടോ? അതായത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു വേക്കൻസി വരുന്നു, അല്ലെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു, അപ്പോൾ ഇവരെ പരസ്പരം കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. നമുക്ക് അങ്ങനെ പല സ്ഥലങ്ങൾ, നമുക്കിപ്പം പല സ്ഥലങ്ങളിൽ നിന്നും പല നേഴ്സുമാർ, ഈ മലയാളി നേഴ്സസ് ഒത്തിരി പേരുണ്ടല്ലോ, ഇവർ ഒരു സ്ഥലങ്ങളിൽ ഓരോ സ്ഥലത്ത് ഓരോന്ന് വരുമ്പോൾ നമ്മളെയൊക്കെ അറിയിക്കും. അപ്പൊ നമ്മൾ ഇവരിലേക്ക് എത്തിക്കും. അങ്ങനെ ഒരുപാട് പേര് ജോലി കിട്ടുന്നു. അങ്ങനെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും. പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം കാര്യം അങ്ങനെ ഒരു കാര്യമല്ല, നമുക്ക് എല്ലാവരും വേണം അവിടെ. അതുപോലെ ഒരു കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും, നമ്മൾ ഇത്ര 2000-ലധികം നഴ്സുമാർക്ക് ഇങ്ങനെ ഓസ്കി എക്സാം പാസ്സാവാനായിട്ട് സഹായിക്കുകയും നല്ല ജോലി കിട്ടാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ എവിടെയെങ്കിലും ഒക്കെ നമ്മളെക്കുറിച്ച് ഒരു നെഗറ്റീവ് വേർഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടിട്ടുണ്ടാവില്ലേ? അത്തരത്തിൽ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? നമ്മൾ ഈ ഓസ്കി ട്രെയിനിങ് തന്നെ പറയാം. ഓസ്കി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പോൾ അതായത് വീക്കിലി ഒരു 20 കാൻഡിഡേറ്റ്സ് ആയിരുന്നു ആ സമയത്ത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ 20-ൽ ഒരു 19 പാസ്സാവുന്ന ഒരു സമയമായിരുന്നു ആ സമയം. അത് കഴിഞ്ഞ് കുറച്ച് മുമ്പിലേക്ക് വന്നപ്പോൾ ഇത് പതുക്കെ താഴാൻ തുടങ്ങി. അതിന് മറ്റൊരു കാരണമുണ്ട്. അതായത് നമ്മൾ എപ്പോഴും, ഞാൻ പറഞ്ഞില്ല, ഓസ്കി ട്രെയിനിങ് എപ്പോഴും നമ്മൾ ന്യൂസിലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് എടുക്കാവുള്ളൂ. ഞാൻ ആക്സോൺ ഒന്ന് സ്പെസിഫൈ ചെയ്തൊന്നും പറയുന്നില്ല, പക്ഷെ ന്യൂസിലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയും തന്നെ എടുക്കണം. മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിലൻഡറുമായിട്ട് നമ്മൾ സംസാരിച്ച് അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാവണമെങ്കിൽ
അവിടെയുള്ളവർ ട്രെയിൻ ചെയ്യണം, അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ട്രെയിൻ ചെയ്യണം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് മറ്റ് ചെറിയ ചെറിയ ഓസ്കി ട്രെയിനിങ് ഓൺലൈനും ഒക്കെ പഠിച്ചിട്ട് നമ്മുടെ ഇന്ത്യൻസ് തന്നെ എല്ലാവർക്കും ഇതൊരു ബിസിനസ്സാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒരാൾ നമ്മുടെ അടുത്ത് വരുവാണെങ്കിൽ അവരുടെ ഫ്യൂച്ചർ എങ്ങനെ ആവണമെന്നും കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ ഇവർക്കൊരു റിസൾട്ട് കിട്ടില്ലാത്തൊരു പ്രോഗ്രാം ഒരിക്കലും നമ്മൾ ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വന്നു. ഒരുപാട് പേര് സ്ക്രിപ്റ്റഡ് ആയിട്ട്, ഈ ഓസ്കി എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്നു, നമ്മൾ ചോദിക്കുന്ന കാര്യത്തിനാണ് ആൻസർ പറയുന്നത്. ഈ ഓസ്കിയും ഇതുപോലെ തന്നെയാണ്. ഒരു പേഷ്യൻ്റ് ആയിട്ട് ഒരാൾ ആക്ട് ചെയ്യുന്നുണ്ടാവും, അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഒരു ടോപ്പിക് ഉണ്ട്, പക്ഷെ എങ്ങനെ സംസാരിക്കണം എന്ന് അവരാണ് തീരുമാനിക്കുന്നത്, സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഒരാൾ സംസാരിക്കുന്നവരുടെ അടുത്തേക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എന്താ പറയുന്നത്, ഈ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സിനാരിയോസ് പഠിപ്പിച്ചു വിടുന്നു. ആ സ്ക്രിപ്റ്റഡ് ഇവർ ബൈഹാർട്ട് ചെയ്യുന്നു. ഇതെന്താണ് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ബൈഹാർട്ട് ചെയ്യുന്നു. ഇവിടെ വിചാരം ഇത് മതി, ഇവരിത് ഫുള്ള് ബൈഹാർട്ട് ചെയ്യുന്നു. ഈ 10 സ്റ്റേഷനും ബൈഹാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വരുന്നു. അപ്പോൾ വേറൊരാളുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ, ഒരു കിവി അല്ലെങ്കിൽ ഒരു മൗറിയുടെ അടുത്ത് അവർ സംസാരിക്കുമ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ബൈഹാർട്ട് ചെയ്ത ആൻസർ എന്താണോ അത് ഓർത്തിട്ടാണ് ഇവരിത് റിപ്ലൈ ചെയ്യുന്നത്. എന്നോട് സംസാരിക്കുന്ന ഒരു കാര്യം ഞാൻ കേൾക്കാതെയാണ് റിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കില്ല അവിടെ കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് ഭയങ്കരമായി ഫെയിലിയറായി. കാരണം ഞാൻ ഒരിക്കലും ഒരു പേര് പറയുന്നതല്ല കേട്ടോ, പേര് പറയത്തില്ല. അതായത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ സ്ക്രിപ്റ്റ് കൊടുക്കുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അത് അവിടെ പോകാതെ ഒരാൾ ന്യൂസിലൻഡിൽ വരുന്നില്ല. കാരണം മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്നു, സ്ക്രിപ്റ്റ് കൊടുക്കുന്നു. നമ്മുടെ പിള്ളേരെല്ലാം കംഫർട്ടാണ്. ഏറ്റവും ഈസി ആയിട്ട് എന്ത് കിട്ടുന്നോ അവിടേക്ക് നമ്മൾ പോകത്തുള്ളൂ. ഈ സാധനം പഠിച്ചാൽ മതിയെന്ന് വിചാരിച്ച്, നമ്മൾ സ്കൂളിൽ ഇത് തന്നെയാണല്ലോ ബൈഹാർട്ട് ചെയ്താണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. മതിയെന്ന് വിചാരിച്ച് എല്ലാവരും പോകുന്നു. എല്ലാവരും ഇത് ബൈഹാർട്ട് ചെയ്തിട്ട് ന്യൂസിലൻഡിലോട്ട് വരുന്നു. നമ്മുടെ അടുത്തൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവരോട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇവരെല്ലാം വണ്ടടിക്കുകയാണ്, ഇതെന്താണ് ഇങ്ങനെയല്ലല്ലോ ഞാൻ പഠിച്ചത്, നിങ്ങളിത് മാറ്റിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഇവർ മാറ്റാൻ തയ്യാറാവത്തില്ല. അവർ പറയുന്നതാണ്, ഞാൻ ഈ കഴിഞ്ഞ 7-8 മാസമായിട്ട് ഈ കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എനിക്കിത് മാറ്റാൻ പറ്റത്തില്ല, ഞാൻ ഇതേ ചെയ്യുള്ളൂ. നമുക്കൊരിക്കലും ഇവരെല്ലാം അഡൽട്ടാണ്, അവരുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം, നമുക്ക് ഇതിൻ്റെ ഒരു പാത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ, ഇവരെ ഗൈഡ് ചെയ്യാൻ. പക്ഷെ അവർ തയ്യാറല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അവരെ മാറ്റാൻ പറ്റില്ല. ഇവരിങ്ങനെ പോയി ചെയ്യുന്നു. ഇപ്പം ഞാൻ സംസാരിക്കുന്ന അതേപോലെ തന്നെ, അതായത് ഒരാളുടെ അടുത്ത് വന്നു, ഒരു എക്സാമിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു, അവർ മാറിക്കഴിയുമ്പോൾ അടുത്ത ആൾ വരുവാണ്. ഈ വരുന്നവരെല്ലാം ഒരേ രീതിയിൽ സംസാരിച്ചാൽ നമുക്ക് ഈ കേട്ടോണ്ടിരിക്കുന്നവർക്ക് എന്ത് തോന്നും, ഇത് ബൈഹാർട്ടഡ് ആണെന്ന് മനസ്സിലാവില്ല. അത് മാത്രമല്ല, ഞാൻ ചോദിക്കുന്നതിനല്ല ആൻസർ പറയുന്നതെങ്കിലും അവർക്ക് മനസ്സിലാവും ഈ സ്ക്രിപ്റ്റഡ് ആണ്. ഇവരെന്ത് ചെയ്യും, അങ്ങനെ വന്നപ്പോൾ ഒരു ഡിസംബർ 2024 ഇവർ ഫുള്ള്, അതായത് 80 കാൻഡിഡേറ്റ്സ് ആണ് ആ സമയത്ത് അറ്റൻഡ് ചെയ്യുന്നത്. <5 ആണ് പാസ്സായത്. ബാക്കി ഫുൾ കാൻഡിഡേറ്റ്സ് കംപ്ലീറ്റ് ആൾക്കാർ ഇവർ ഫെയിലാക്കി. അപ്പോൾ അതൊരു ഭയങ്കര ഫെയിലിയർ ആയിരുന്നു. അത്രയും നാളും ഇല്ലാത്തൊരു സംഭവമാണ്. അത് ഈ ബൈഹാർട്ട് ചെയ്ത് വന്ന സ്റ്റുഡൻസ് ആണ് മുഴുവൻ ഫെയിലാവുന്നത്. അവർ ഓൺലൈൻ പഠിച്ചിട്ട് വരുന്നതാണ്. അത് കഴിഞ്ഞ് മുമ്പിലേക്ക് ഇങ്ങനെ തന്നെ വരാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ ആ സമയത്ത് എന്താ പറയുന്നത്, പക്ഷെ അത് ആക്സോണിനെ എങ്ങനെയാണ് ബാധിച്ചത്? ആക്സോൺ ബാധിച്ച കാര്യം ഞാൻ പറയാം. പക്ഷെ അത് ആ സമയത്ത് നമ്മൾ റിസൾട്ട് ഇല്ലാത്തൊരു സമയത്ത് ഫെയിലിയർ, എല്ലാവരും ഫെയിലാണെങ്കിൽ നമ്മൾ ഫെയിലാണെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫേക്ക് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. ഇല്ല എന്ന് തന്നെ നമ്മൾ പറഞ്ഞു. ആക്ച്വലി ഇല്ല. അതായത് 80ൽ 75 ഫെയിൽ ആവുന്നിടത്ത് നമുക്കറിയാം $3,500 ആണ് എക്സാം ഫീ മാത്രമായിട്ട് ഇവർ പേ ചെയ്യുന്നത്. അതായത് ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അത്രയും പൈസ ഇവർ പേ ചെയ്തിട്ടാണ് ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. കൂടാതെ ഇവർ ട്രാവൽ ചെയ്യുന്നത്, ഇവരുടെ അവിടുത്തെ ലിവിങ് എക്സ്പെൻസ്, ട്രെയിനിങ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ. അപ്പോൾ നമ്മളെ അടുത്ത് കോൺടാക്ട് ചെയ്തവർ നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഈ എക്സാം ഇപ്പോൾ അറ്റംപ്റ്റ് ചെയ്യണ്ട, പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുക. ഇപ്പോൾ സിറ്റുവേഷൻ നല്ലതല്ല. കാരണം എല്ലാ വീക്കിലും ഇവരിത് റിപ്പീറ്റ് ചെയ്യുവാണ്. ഭയങ്കര ഫെയിലിയർ. അപ്പോൾ ചിലരൊക്കെ ഇതൊരു നല്ല സമയമാണല്ലോ. അപ്പോൾ ആക്സോൺ ആണ് അത്രയും നാളും ലീഡ് ചെയ്ത് നിൽക്കുന്നത്. നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നുമില്ല. അപ്പോൾ ഈ വരുന്ന പിള്ളേർ നമ്മളെ ഓട്ടോമാറ്റിക്കലി ബ്ലെയിം ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് മാത്രം എന്താ ഇല്ലാത്ത, മറ്റു സ്ഥലങ്ങളിൽ ഇടുന്നവരുണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, നമുക്കില്ല. നമുക്ക് എന്ന് ഈ റിസൾട്ട് ഉണ്ടാവുമോ അന്നേ നമ്മളിത് പബ്ലിഷ് ചെയ്യത്തുള്ളൂ. നമുക്ക് അവിടെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ കൺസേൺ അറിയിക്കാൻ പറ്റും. ഞങ്ങൾ പ്രൈം മിനിസ്റ്റർ, ഹെൽത്ത് മിനിസ്റ്റർ, അതുപോലെ നഴ്സിംഗ് കൗൺസിൽ, ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്ന നേഴ്സ് ബോർഡ്, ഇവിടെയെല്ലാം ഞങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കൺസേൺ ഞങ്ങൾ ഫോർവേഡ് ചെയ്തു. കൺസേൺ ഫോർവേഡ് ചെയ്ത് നമുക്ക് റിപ്ലൈ കിട്ടി. ഈ ഫോർവേഡ് ചെയ്യുന്ന കൺസേൺ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആക്സോണിൻ്റെ. ആ ഗ്രൂപ്പിൽ നമ്മൾ എല്ലാവർക്കും കാണാനായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവരുടെ റിപ്ലൈ വരുന്നതെല്ലാം നമ്മൾ ഇതിനകത്ത് കറക്റ്റായിട്ട് അറിയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വന്ന് 2025 സെപ്റ്റംബറിൽ നമുക്ക് നഴ്സിംഗ് കൗൺസിലിൽ നിന്നൊരു കോൾ വന്നു. അതായത് നമ്മൾ ഇത്രയും കൺസേൺസ് അറിയിച്ചതിൽ ഇവർ കുറേ റിസൾട്ടുകൾ റീഅസസ് ചെയ്തു. ഇത്രയും ഫെയിലായ സ്റ്റുഡൻസിനെ അവർ റീഅസസ് ചെയ്തിട്ട് ഇതിനകത്ത് കുറേ പേര് പാസ്സായി. മോർ ദാൻ 55 to 60 സ്റ്റുഡൻസ് പാസ്സായി. ആ സമയത്ത് നമുക്ക് പക്ഷേ ഭയങ്കര ചീത്തപ്പേരായിരുന്നു. കാരണം നമുക്ക് റിസൾട്ട് ഇല്ലല്ലോ. പക്ഷെ നമ്മൾ ഈ 60 പേരെ പാസ്സാക്കിയത് അതായത് ഡിസംബർ 2024 തൊട്ട് സെപ്റ്റംബർ 2025 വരെയുള്ള ഒരു ടൈമുണ്ട്. ആ ടൈമിലാണ് ഈ റിസൾട്ടുകൾ ഇല്ലാതിരുന്നത്. ആ സമയത്ത് നമുക്ക് റിസൾട്ട് ഇല്ല, നമ്മൾ പബ്ലിഷ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. പാസ്സാവുന്നുണ്ട്, പക്ഷേ നമ്പർ വളരെ കുറവാണ്. അപ്പോൾ നമ്മളത് പബ്ലിഷ് ചെയ്യാറില്ല. നേരത്തെ ഇത്രയും റിസൾട്ട് കിട്ടിക്കൊണ്ടിരുന്നത് ഇത്രയും താഴ്ന്ന നമ്പർ വരുമ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യാറില്ല. പക്ഷേ മറ്റു പലരും അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നമ്പർ കുറഞ്ഞു വന്നു. പക്ഷേ നമ്മൾ ഒന്നും ചെയ്തില്ല. നമ്മൾ ഇതിൻ്റെ ഈ ഒരു റിസൾട്ടിൻ്റെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഫെയിൽ ആവുന്നു ആ ഒരു ഇതിലായിരുന്നു. അപ്പോൾ നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് വിളിച്ചു, അവർ കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് കൺസേൺ പറഞ്ഞത് റോട്ട് ലേണിംഗ് സ്ക്രിപ്റ്റഡ് ആയിട്ട് വരുന്നു. അതാണ് ഫെയിലിയറിന്റെ ഏറ്റവും വലിയ റീസൺ. അത് അവർ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലൻഡിന്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാം റീസൺ ഫോർ ഫെയിലിയർ. അതാണ് അതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ കുറെ കാലങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം ഇവർ ഫെയിൽ ആവുന്നത്. കാരണം ഇവർ പോയി ചെയ്യാൻ പോകുന്നത് ഇതാണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ സംഭവം അവർ ഐഡന്റിഫൈ ചെയ്ത് ഒരു വെബ്സൈറ്റിൽ വന്നു. അപ്പോൾ ഇത്രയും ഒരു സംഭവം വന്നപ്പോൾ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി ഈ റിസൾട്ട് പാസ്സായല്ലോ. എക്സാമിന് വന്ന ആ സമയത്ത് സെക്കൻഡ് അറ്റംപ്റ്റ് എക്സാം അപ്പിയർ ചെയ്യാനായിട്ട് വന്നവർ ചെന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ ഓൾറെഡി പാസ്സാണ്, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഭയങ്കര ഹാപ്പിയായി. നമ്മളെടുത്ത് ഒത്തിരി പേര് വിളിച്ചു, റിസൾട്ടുകൾ ഒത്തിരി പേര് പാസ്സായല്ലോ. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി നമ്മൾ ആ എഫേർട്ട് ഇട്ടതിൽ ഒരു ഗുണമുണ്ടായി, മനസ്സിലായി, റിസൾട്ട് ഉണ്ട്. അതെ. ആ സമയത്ത് സെയിം ടൈം നമ്മൾ വേറെ കാര്യം, നമ്മുടെ ക്വാളിറ്റി നമ്മൾ ഒരു കുറച്ചുകൂടി കൂട്ടുക എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ, അതായത് ഞാൻ അറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാൻഡബറി അവിടെയൊക്കെ പഠിപ്പിക്കുന്ന, അതായത് BSc നഴ്സസിനെ, ഇന്റർനാഷണലി ക്വാളിഫൈഡ് ഇന്റർനാഷണൽ നഴ്സസിനെ, ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന നഴ്സസിനെ പഠിപ്പിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിനെ നമ്മൾ ഹയർ ചെയ്തു, ട്യൂട്ടേഴ്സിനെ നമ്മൾ ഹയർ ചെയ്തു. അവർക്ക് ഈ OSCE എക്സാം എന്താണെന്നും എന്താണ് ഇതിൻ്റെ ഇവാലുവേഷൻ, ഇതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്നും വ്യക്തമായിട്ട് അറിയാവുന്നവരെ അവരാണ് പിന്നെ ട്രെയിൻ ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് നമുക്ക് നല്ല റിസൾട്ടുകളിലേക്ക് വന്നു. ഇപ്പോൾ നമുക്ക് കുറേ നാളുകൾ കൊണ്ട് 97, 96 ഈ ഒരു പെർസെൻറ്റേജിൽ നല്ല റിസൾട്ടാണ്. 99, 100 വന്നിട്ടില്ല, 99 വരെ വന്നിട്ടുണ്ട്. അത്രയും നല്ല റിസൾട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഏതെങ്കിലും നഴ്സുമാരോട് ആക്സൺ കരിയർ എപ്പോഴെങ്കിലും നോ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ കൊണ്ട് ഇത് പറ്റില്ല, വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഡയറക്റ്റ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് എല്ലാം പോകും. പക്ഷേ ഇവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്യാതെ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവും. നെഗറ്റീവ് ആണ്, പക്ഷേ നമുക്ക് നിങ്ങളിത് ഫെയിൽ ആവും എന്ന് പറയാൻ പക്ഷേ ഫെയിൽ ആവുന്നവരുണ്ട്. അങ്ങനെ പലരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കിത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫെയിൽ ആവും എന്ന് പറഞ്ഞാൽ അവർ ആ എക്സാമിന് പോയിട്ട് ഒരു ഫെയിൽ ആവത്തേ ഉള്ളൂ. പക്ഷേ ഇവരെ മാക്സിമം നമ്മുടെ ഭാഗത്തുനിന്ന് എക്സ്ട്രാ ട്രെയിനിങ്ങും ഒക്കെ കൊടുത്ത് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ബെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട്. ഒരു ടൈം ഇതുണ്ടല്ലോ, ടൈം ഒരു മാറ്ററാണ്. ഈ ഒരു ടൈം പീരീഡ് ഇപ്പോൾ ഒരു 1 വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും ഇനഫ് അല്ല. ശരിക്കും ഈ OSCE നമ്മൾ പാസ്സാവണമെന്നുണ്ടെങ്കിൽ 2 വീക്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് ട്രെയിനിങ് എടുക്കണം. നമ്മുടെ അടുത്ത് 2 വീക്സ് വന്ന് തന്നെ എടുക്കണം. ന്യൂസിലൻഡിൽ വന്ന് തന്നെ 2 വീക്സ് എങ്കിലും ട്രെയിനിങ് എടുക്കണം. ആ ട്രെയിനിങ് എടുത്തവർ എല്ലാവരും തന്നെ പാസ്സായിട്ടുണ്ട്. ഫെയിൽ ആവുന്നവർ വളരെ കുറവാണ്. ഈ 2 വീക്സ് ട്രെയിനിങ് എടുക്കാൻ വരുന്ന ആൾക്കും എനിക്ക് 2 ആഴ്ച കൊണ്ട് എനിക്ക് പറ്റുന്നില്ല, കുറച്ചധികം വേണമെന്ന് പറയുന്നവർക്കും ഒരേ ഫീസാണോ നമ്മൾ ചാർജ് ചെയ്യുന്നത്? ഇപ്പോൾ ഇവർക്ക് നമ്മൾ അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവർ നമ്മുടെ അക്കോമഡേഷനിലാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു ഫീയും വാങ്ങുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നമ്മൾ അവർലി പേയ്മെന്റ് ആണ് ഇങ്ങനെയുള്ളവർക്കൊക്കെ. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചിലവ് പോലെ തന്നെ വരവും ഉണ്ടാവണം. തീർച്ചയായിട്ടും. അപ്പോൾ അറ്റ്ലീസ്റ്റ് അക്കോമഡേഷനിൽ സ്റ്റേ ചെയ്യുന്നവർക്ക് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് വാങ്ങില്ല. അല്ലെങ്കിൽ പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പേയ്മെന്റ് വാങ്ങും. അതായത് ഫുൾ പേയ്മെന്റ്, ഒരു 1 വീക്കിന് ഫുൾ പേയ്മെന്റ് നമ്മൾ വാങ്ങാറില്ല. അങ്ങനെ ഒരു ആവറേജ് എത്ര കാലം കൊണ്ടാണ്? 2 ആഴ്ച പാസ്സാവുന്നവരായിരിക്കും കൂടുതലും. അതല്ല എന്നുണ്ടെങ്കിൽ എത്ര കാലം കൂടുതൽ ആളുകൾ സാധാരണ പോകാറുണ്ട്? ഞാൻ എപ്പോഴും 2 ആഴ്ചയെ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. 2 ആഴ്ച ഇനഫാണ്. ഫസ്റ്റ് വീക്കിൽ ഇപ്പോൾ
പലരും ടീച്ചിങ് ഫീൽഡിൽ നിന്ന് വരുന്നവരുണ്ട്. അവർ ഈ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ അവർക്ക് ഫസ്റ്റ് വീക്ക് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് എങ്ങനെ എക്സാം ഈ ഇവിടെ നേഴ്സ് മോഡൽ കണ്ടക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളൊരു മോക്ക് ടെസ്റ്റ് ആക്സോണിൽ ചെയ്യുന്നുണ്ട്. ആ ഫസ്റ്റ് വീക്കിൽ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ നമുക്കറിയാം ഇവർ പാസ്സാവുമോ ഫെയിൽ ആവുമോ എന്ന്. അങ്ങനെയുള്ളവർ 2 വീക്സ് എടുക്കുന്നവർ സെക്കൻഡ് മോക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും. അതായത് സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുവാണ്. അതുപോലെ നമുക്ക് ഒരു ദിവസം നമുക്ക് 7 to 8 ട്രെയിനേഴ്സ് ഉണ്ടാവും. ഈ ഒരു ട്രെയിനറിന്റെ അണ്ടറിലായിരിക്കില്ല. 2 വീക്സ് ആകുമ്പോഴേക്കും പലരുടെ അണ്ടറിൽ ഇവർ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് നല്ലൊരു ഐഡിയ ആയിരിക്കും ഏത് സിറ്റുവേഷൻ ഇവർ ഹാൻഡിൽ ചെയ്യും. അതുപോലെ ഈ കിവീസുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ 2 വീക്സ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇവർ ഓക്കെയാണ്. ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഫസ്റ്റ് വന്നു കഴിയുമ്പോൾ. ഇംഗ്ലീഷുകാരെ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലോ ഒന്നൊക്കെ ചോദിക്കും, എന്താണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ 2-3 പ്രാവശ്യം ചോദിക്കത്തില്ല. പിന്നെ എന്താണോ പഠിച്ചു വെച്ചിരിക്കുന്നത് അതങ്ങ് പറയുവാണ്. അങ്ങനെയുള്ള ഒരു ഫെയിൽ ആവും. ഇപ്പൊ നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. അതായത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഒരു ലീഗൽ റിക്വയർമെന്റ് ആണ്. അതില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പറയുന്നത് മനസ്സിലാവും പ്രോപ്പറായിട്ട് ആൻസർ തിരിച്ചു പറയാൻ അറിയാവുന്നവർക്കേ ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു പേഷ്യനോട് സംസാരിക്കാൻ മനസ്സിലാവാതിരുന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോബ്ലം ആണ്. അതുകൊണ്ട് ഒരു സംശയം ചോദിക്കട്ടെ, ഇപ്പൊ 2 മുതൽ 2.5 ആഴ്ച വരെ നമ്മൾ ന്യൂസിലാൻഡിൽ വന്ന് നിന്നാലാണല്ലോ ഈ പരീക്ഷയടക്കം എഴുതി പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ സജസ്റ്റ് ചെയ്യുന്നത് ഒരു 3 മാസത്തോളം അവിടെ നിന്നൊരു ജോബ് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും മിനിമം ഒരു 2-2.5 ആഴ്ച അവിടെ നിൽക്കേണ്ടി വരില്ലേ? അതിന് വേണ്ടി വരുന്ന ഒരു ചെലവ് എന്തായിരിക്കും? ഇവരിപ്പോ ഒരു 2 to 3 വീക്സ് സ്റ്റേ ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ അവർ ആക്സോണിലാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ ഇവരുടെ സ്റ്റേയുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് സ്റ്റേ മാത്രമല്ല ഇവരുടെ ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റേ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു 50,000 to 60,000 വരത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ന്യൂസിലൻഡിനെ കുറിച്ചും ഓസ്ട്രേലിയയെ കുറിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്, നഴ്സുമാർക്കുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. ഇപ്പോൾ UK പോയവരുണ്ടാവും, കാനഡയിലേക്ക് പോയവരുണ്ടാവും, മറ്റ് പല കൺട്രീസിലേക്ക് പോയവരുണ്ടാവും. അവരൊക്കെ എന്തുകൊണ്ടായിരിക്കും ന്യൂസിലൻഡ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക് ലൈഫ് ബാലൻസ് UK കൂടുതൽ ബെറ്റർ എപ്പോഴും ഓസ്ട്രേലിയ, ന്യൂസിലൻഡാണ്. UK ഐ തിങ്ക് 12 hours ഷിഫ്റ്റ് ആണ്. പക്ഷേ ന്യൂസിലൻഡിൽ നമുക്ക് ചോയ്സസ് ഉണ്ട്. 8 hours ഉണ്ട്, 12 hours ഉണ്ട്. നമുക്ക് ചോയ്സസ് ഉണ്ട്, പല ഷിഫ്റ്റുകളുണ്ട്. അങ്ങനെ നമുക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ UK നമുക്ക് ഈസി ആയിട്ട് ഓസ്ട്രേലിയ, ന്യൂസിലൻഡിൽ എത്താൻ പറ്റും. അതായത് ഒരു 1800 hours എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വിത്തൗട്ട് ലാംഗ്വേജ് പ്രൊഫഷൻസി ഇവർക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് അങ്ങനെ മൂവ് ചെയ്യുന്നവരുണ്ട്. അതായത് നമ്മുടെ ഇവിടെയുള്ള ഒരുപാട് നഴ്സുമാരുണ്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഈ പറഞ്ഞ പോലെ ലാംഗ്വേജിന്റെ കാര്യത്തിലും എല്ലാം വളരെ വളരെ പ്രൊഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷെ ഇവർക്ക് പുറത്തേക്ക് പോകണമെന്ന ആഗ്രഹവും ഉള്ളിലുണ്ടാവും. കാരണം നല്ല സാലറി എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്, എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്നവരുണ്ടാവും. എന്താണ് ചെയ്യേണ്ടത്? പൈസ ഭയങ്കര കൂടുതലായിരിക്കുമോ? എൻ്റെ കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ തന്നെ അവിടെ പോയ കാര്യങ്ങളൊക്കെ ശരിയാവും? ഇങ്ങനെ 100 സംശയങ്ങൾ. ഇവരോട് എന്താണ് ഇവിടെ നിന്ന് പോയി അവിടെ സെറ്റിലായ ഒരു നേഴ്സ് എന്നുള്ള നിലയിൽ പറയാനുള്ളത്? അതായത് ന്യൂസിലൻഡ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലെയുള്ള കൺട്രിയിലേക്ക് മൂവ് ചെയ്യാൻ അതായത് പ്ലാനുള്ള ഒരാൾ ഈ ഫൈനാൻഷ്യൽ അതൊരു വലിയ പ്രോബ്ലം അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം അല്ല നമ്മൾ ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആക്സോൺ ത്രൂ ആണ് ഒരാൾ വരുന്നതെങ്കിൽ അതൊരു 2-3 ടൈംസ് ആയിട്ടായിരിക്കും ഇതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ വേണ്ടി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് ഓരോ പ്രോസസ്സിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ ഇതിൻ്റെ പേയ്മെൻറ്റ് ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങുന്നുള്ളൂ. പിന്നെ അടുത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാം ഹാപ്പി ആയിരിക്കും. അത്രയും ഒരു നല്ല സ്ഥലത്തേക്കാണ് ഇവരെത്തുന്നത്. സാലറി വൈസ് ആണെങ്കിലും ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും ഫാർ ബെറ്റർ ആണ്. അപ്പൊ അവിടെ എത്താനും അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പിന്നെ എളുപ്പ വഴി ഒരിക്കലും ചെല്ലാൻ പറ്റത്തില്ല. നമ്മൾ മറ്റ് ഗൾഫിലൊന്നും പോകുന്ന പോലെ നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റിയ ഒരു സ്ഥലമല്ല. പക്ഷെ എത്തിക്കഴിഞ്ഞാൽ ഡൺ, എല്ലാം ഓക്കെയാണ്. പിന്നെ ഒന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ചോയ്സാണ്. നമുക്ക് ഫാമിലി ആയിട്ട് മൂവ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. നമുക്ക് വിത്ത് PR ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാം വിത്ത് ഫാമിലി. അതുപോലെ ഇപ്പം ന്യൂസിലൻഡിലേക്ക് പോവുകയാണെങ്കിലും വർക്ക് വിസയിലാണ് പോകുന്നതെങ്കിൽ പോലും നമുക്ക് വിത്ത് ഫാമിലി മൂവ് ചെയ്യാം. അതുപോലെ PR സിറ്റിസൺഷിപ്പ് വേണ്ടവർക്ക് സിറ്റിസൺഷിപ്പ് എടുക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ കടമ്പകൾ നമ്മൾ ക്ലിയർ ചെയ്യണം. അതായത് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം, സ്മാർട്ട് ആയിരിക്കണം, കോൺഫിഡൻ്റ് ആയിരിക്കണം. അതായത് നമ്മൾ തിയററ്റിക്കൽ നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് ഓരോ കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവർ അസസ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ലാംഗ്വേജ് പ്രൊഫഷൻസി കഴിഞ്ഞു, തിയററ്റിക്കൽ നോളജ് തിയററ്റിക്കൽ എക്സാം കഴിഞ്ഞു, അതുപോലെ പ്രാക്ടിക്കൽ നോളജ് പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാം എന്ന് പറഞ്ഞാൽ OSCE, അതിൽ ഇവർ നമ്മുടെ കോൺഫിഡൻസും എല്ലാ കാര്യങ്ങളും അസസ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് രജിസ്ട്രേഷനായി. നമുക്ക് ന്യൂസിലൻഡ് വേണോ ഓസ്ട്രേലിയ വേണോ നമ്മുടെ ചോയ്സ് ആണ്. നമുക്ക് ചൂസ് ചെയ്യാം, മൂവ് ചെയ്യാം. ഈസി ആയിട്ട് പറ്റുന്ന കാര്യമാണിത്. അതുപോലെ ഈ ഇന്ത്യയിലുള്ളവരോട്, അതായത് ഇപ്പം നമുക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇത്ര സാലറി ഉള്ളൂ, അവർക്കൊരു നല്ല
ഫൈനാൻഷ്യൽ ഫ്രീഡം ഒക്കെ എത്തണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ നിൽക്കാൻ ആരും സജസ്റ്റ് ചെയ്യത്തില്ല. അത് സത്യം. ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം എങ്ങനെയെങ്കിലും മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലാംഗ്വേജ് കുറച്ച് കഷ്ടപ്പെടണം എന്താണെങ്കിലും. ഫസ്റ്റ് ടൈം ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ ന്യൂസിലൻഡ് ത്രൂ പോവുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഓസ്ട്രേലിയക്കൊക്കെ പോവുകയാണെങ്കിൽ അത് ക്ലബ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ 2-3 ടൈംസ് അറ്റംപ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ 1 ഇയറിൽ ക്ലിയർ ചെയ്യുക. ഒന്നും കിട്ടിയില്ല നമ്മളവിടെ ഉപേക്ഷിച്ചിട്ട് പോകരുത്. നമ്മൾ വീണ്ടും വീണ്ടും അറ്റംപ്റ്റ് ചെയ്ത് നമ്മുടെ എയിം ഇതായിരിക്കണം. നമ്മളിത് ക്ലിയർ ചെയ്യുക, പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യുക, തിയറട്ടിക്കൽ എക്സാം നമ്മൾ പഠിക്കണം, അത് കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ പുറകെ പോകണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓസ്കി എക്സാം ഉണ്ട്, അത് ക്ലിയർ ചെയ്താൽ പിന്നെ തീർന്നു, എല്ലാം ഓക്കെയാണ്. പിന്നെ ഈ ഒരു സ്റ്റെപ്പിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ഓസ്കി എക്സാമിനാണ് ഇപ്പോൾ നമ്മുടെ നേഴ്സസ് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. ബാക്കി അവിടെ വരെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടക്കും. ഓസ്കി എക്സാം വരുമ്പം കോൺഫിഡൻസ് ലെവൽ കുറവ്, സംസാരിക്കാനുള്ള പേടി, ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം അറിയാമായിരിക്കും. പക്ഷേ പ്രസന്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ഈ ഒരു ഓസ്കി ട്രെയിനിങ്ങിൽ നമ്മൾ മോൾഡ് ചെയ്ത് എടുക്കണം. ഇവർ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ ഇവരും തയ്യാറാവണം. നമ്മുടെ ട്രെയിനേഴ്സ് എന്തിനും തയ്യാറായിട്ട് അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളവരാണ് നമ്മുടെ അടുത്തുള്ളത്. അത്രയും നല്ല രീതിയിൽ ഇവരെ റെഡിയാക്കി എടുക്കും. ആ രീതിയിൽ ഇവർ മോൾഡ് ചെയ്ത് നന്നാക്കി ആ ഒരു സെറ്റപ്പിൽ ആ ഒരു ന്യൂസിലാൻഡ് സ്റ്റാൻഡേർഡിലാവണം നമ്മൾ. അതുകൊണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ അടുത്ത് പഠിച്ചിട്ട് പോകുന്ന ഒരാൾക്ക് ഒരു ഇന്റർവ്യൂവിന് പോയാൽ, ന്യൂസിലൻഡിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ ഇവർക്ക് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് ഒന്നും ആവശ്യമില്ല. ആ രീതിയിലാണ് ഇവരെ ട്രെയിൻ ചെയ്ത് വിടുന്നത്. ഒരു നേഴ്സ് എങ്ങനെ ആയിരിക്കണം, അതായത് നമ്മുടെ ഓസ്കി ട്രെയിനിങ് ലീഡ് ചെയ്യുന്ന റോഷാൽ പുള്ളിക്കാരി ന്യൂസിലൻഡറാണ്. പുള്ളിക്കാരി ഫസ്റ്റ് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്ത് അന്ന് പറഞ്ഞതാണ്, നമുക്ക് ഇവരെ ഓസ്കി എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്താൽ പോരാ, ഇവരെ നമുക്ക് എങ്ങനെ ഇവര് ന്യൂസിലൻഡിൽ ഒരു നല്ല നേഴ്സ് ആവണം ആ ഒരു ലെവലിലേക്ക് ഒരു ഇന്റർവ്യൂ ഇവർക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവർക്ക് കിട്ടണം. ആ ഒരു ലെവലിൽ ഇവരെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വിടണം. ആ രീതിയിലാണ് നമ്മൾ പ്രിപ്പറേഷൻസ് പോകുന്നത്. മനസ്സിലായി. അപ്പോൾ ആക്സോൺ കരിയേഴ്സിലൂടെ നല്ലൊരു ബ്രൈറ്റർ ഫ്യൂച്ചർ സ്വപ്നം കാണുന്ന നഴ്സുമാർക്കെല്ലാം തീർച്ചയായിട്ടും എത്താം അല്ലെ? കോൺഫിഡൻസ് ലാഗ് ചെയ്യുന്നുണ്ടോ, ലാംഗ്വേജ് പ്രൊഫഷൻസ് ഇല്ല എന്ന് പേടിക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ മോൾഡ് ചെയ്ത് എടുക്കുന്നതായിരിക്കും അല്ലേ? എല്ലാം ഈ തരം പേടികളെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നല്ലൊരു നേഴ്സായിട്ട്, വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള നേഴ്സായിട്ട് ന്യൂസിലൻഡിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ജീവിതം സെറ്റിൽ ചെയ്യാം അല്ലെ? ഫാമിലി വേണമെങ്കിൽ ഫാമിലിയും ആകാം അല്ലെ? അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആക്സോൺ കരിയേഴ്സിനെ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു സോ മച്ച് ഫോർ ടൈം.